മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അച്ഛനെയും മകനെയും വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മകനെ കൊലപ്പെടുത്തിയ ശേഷം അച്ഛൻ ആത്മഹത്യ ചെയ്തതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. കടപ്പാക്കട അക്ഷയനഗർ 29 അഭിഭാഷകനായ പി ശ്രീനിവാസ പിള്ള 79 വയസ്സ്, മകൻ വിഷ്ണു എസ് പിള്ള 42 വയസ്സ് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും മൃതദേഹം 2 മുറികളിലായാണ് കണ്ടെത്തിയത്. വിഷ്ണു എസ് പിള്ളയെ കട്ടിലിനോട് ചേർന്ന് നിലത്ത് രക്തം വാർന്ന നിലയിലും ശ്രീനിവാസ പിള്ളയെ മറ്റൊരു മുറിയിൽ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. വീട്ടിൽ ശ്രീനിവാസ പിള്ളയും ഭാര്യ രമയും മകൻ വിഷ്ണുവുമാണ് താമസിക്കുന്നത്. 2 ആഴ്ച മുൻപ് രമ ചികിത്സാർത്ഥം തിരുവനന്തപുരത്തുള്ള മൂത്ത മകൻ വിദ്യയുടെ വീട്ടിൽ പോയിരുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ അച്ഛനെയും സഹോദരനെയും വിദ്യ ഒട്ടേറെ തവണ ഫോണിൽ വിളിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് വിദ്യയും ഭർത്താവ് കൃഷ്ണചന്ദ്രനും അമ്മയ്ക്കൊപ്പം ഉച്ചയോടെ കടപ്പാക്കടയിലെ വീട്ടിലെത്തുകയായിരുന്നു. വീടിന്റെ വാതിലുകൾ അടച്ചിട്ടിരുന്നതിനാൽ ജനൽ വഴി നോക്കിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്ന് കരുതുന്ന രക്തം പുരണ്ട വെട്ടുകത്തി വിഷ്ണുവിന്റെ മൃതദേഹത്തിന് സമീപം നിന്ന് പോലീസ് കണ്ടെടുത്തു. SP ബിനു ശ്രീധർ, സ്പെഷ്യൽ ബ്രാഞ്ച് SP എ പ്രദീപ് കുമാർ, ഈസ്റ്റ് SHO അനിൽകുമാർ, പള്ളിത്തോട്ടം SHO ഷെഫീഖ് എന്നിവരും ഫോറൻസിക് വിദഗ്ധരും എത്തി തെളിവെടുപ്പ് നടത്തി. ഇൻക്വസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഈസ്റ്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മരണങ്ങൾ നടന്ന കടപ്പാക്കട അക്ഷയനഗറിലെ വീട് അക്ഷരാർത്ഥത്തിൽ ആ ഒരു വീട്ടിലെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടുന്നൊരു ദാരുണമായ ഒരു കാഴ്ച തന്നെയാണ്. അഭിഭാഷകനായ ശ്രീനിവാസ പിള്ള മകനെ കൊലപ്പെടുത്തിയ ശേഷം തൂങ്ങി മരിച്ചു എന്ന വാർത്ത നാട്ടുകാർ ഞെട്ടലോടെയാണ് കേട്ടത്. എന്നാൽ അച്ഛൻ മകനെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ശ്രീനിവാസ പിള്ളയും ഭാര്യയും എല്ലാവരോടും വളരെ സൗമ്യമായാണ് പെരുമാറിയിരുന്നത് എന്നാണ് അയൽക്കാരടക്കം നാട്ടുകാർ പറയുന്നത്. MTech ബിരുദധാരിയായ മകൻ വിഷ്ണു എസ് പിള്ള പഠനത്തിൽ മിടുക്കനായിരുന്നു. പക്ഷേ ആശിച്ചതുപോലെ ജീവിതത്തിൽ എങ്ങും എത്താൻ സാധിക്കാത്തതിന്റെ നിരാശകൾ വിഷ്ണുവിനെ അലട്ടിയിരുന്നു. 2 വർഷം മുൻപ് വിഷ്ണു വീടിന് മുകളിൽ നിന്നും ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. 10 വർഷം മുൻപ് SBIയിൽ പ്രൊബേഷണറി ഓഫീസറായി ജോലി കിട്ടിയ വിഷ്ണു എന്നാൽ ഈ ജോലി തൃപ്തനല്ലായിരുന്നു. താമസിക്കാതെ ജോലി രാജിവെച്ചു. ഇതിനിടെ വിഷ്ണു വിവാഹിതനായെങ്കിലും അധികം വൈകാതെ വിവാഹബന്ധം ഏർപ്പെടുത്തി. പിന്നീട് രണ്ടാമത് മറ്റൊരു യുവതിയെ രജിസ്റ്റർ മാരേജ് ചെയ്തു. ആ ബന്ധത്തിലും വലിയ ആയുസ്സുണ്ടായില്ല. തുടർന്ന് വീട്ടിൽ തന്നെ വിവിധ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ ഒട്ടേറെ തവണ പണം ചെലവഴിച്ചു. വിഷ്ണു കോളേജ് ഓഫ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, കൺസൾട്ടൻസി സർവീസ്, ബാങ്കിംഗ് അക്കാദമി എന്നിവയായിരുന്നു ആരംഭിക്കാനിരുന്ന വിവിധ സ്ഥാപനങ്ങൾ. വീടിന് മുന്നിൽ ഈ സ്ഥാപനങ്ങളുടെ ബോർഡുകളും സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിച്ചില്ല. ഒടുവിൽ മാസങ്ങൾക്ക് മുൻപ് VSB റീജൽസ് എന്ന പേരിൽ ഒരു ഹോട്ടൽ ആരംഭിക്കാനായി വലിയ ബോർഡും വീടിന്റെ 3ാം നിലയിൽ സ്ഥാപിച്ചു. ഇതോടൊപ്പം ഗോഡൌണിന് എന്ന പേരിൽ ഇരുമ്പ് ഷീറ്റുകളും പൈപ്പുകളും ഒക്കെ ഇറക്കി. ഇതിന്റെ ഫ്രെയിം വർക്കുകളും നടത്തി. ഇതിനൊക്കെ വലിയ തുകകളാണ് ചെലവാക്കിയത്. ഇതേ ചൊല്ലി വീട്ടിൽ മിക്കപ്പോഴും വാക്കുതർക്കമുണ്ടായതായാണ് സൂചന. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.